ആന അലറ ലോഡ് അലറ. ആന അലറ ലോഡ് അലറ. ആന അലറ ലോഡ് അലറ. അണ്ണാ ഇത് പറഞ്ഞു നോക്കട്ടെ അണ്ണ, പറ്റുമോന്ന് അറിയണമല്ലോ. നീ ഇതൊക്കെ പറഞ്ഞോട്ടെ. ഈ വൈകുന്നേരം കൺട്രാക്ട് വന്ന് അലറലോട് അലറും. അത് പറഞ്ഞപ്പോഴേ അണ്ണ, നമ്മളെ കൺട്രാക്ടിനെ 2 ദിവസമായാണ് ഇവിടെ കണ്ടിട്ട്. കൺട്രാക്ട് വയനാട് പോയിരിക്കുകയാണ്, ഇന്നെത്തും തോന്നും. അങ്ങനെ എന്തിനാണ് ഇപ്പൊ വയനാട് പോണത്? നല്ല അടിയൊന്നും നാട്ടിൽ കിട്ടാത്തോണ്ടായിരിക്കും. അതുപോലെ ഇവിടെ അങ്ങേരെ മൂത്ത ചേച്ചി വയനാടാണ് താമസിക്കുന്നത്. അവരുടെ അടുക്കളയിലോ മറ്റോ ആന വന്ന് കയറിയിരുന്ന പുലി വന്ന് മണപ്പിച്ചാന്നൊക്കെ പറയാനോ കേട്ട് അതെല്ലാം അറിഞ്ഞിട്ട് പോയതായിരിക്കും. ഇങ്ങനെ എന്തെടുപ്പ് അവിടെ ചെന്ന് കയറുന്നത്? ഇങ്ങനെ ചെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ആന പുലിയെല്ലാം പേടിച്ചങ്ങ് ഓടും. ഇടയിൽ ഒന്നുമില്ലെങ്കിലും അങ്ങനെ മൂത്ത പെങ്ങളല്ലേ, അവർക്കൊരു ധൈര്യത്തിന് പോയി നിൽക്കുന്നതായിരിക്കും. ഇങ്ങനെ അവിടെ കയറി ചെന്ന അവരുടെ ഉള്ള ധൈര്യം കൂടി പോവുകയുള്ളൂ. അല്ലാണ്ട് ഈ വയനാട് പോലുള്ള ഈ സ്ഥലങ്ങളിലെ ഈ ആനയെ പുലിയെല്ലാം കയറിറങ്ങി നടന്ന അവിടെയുള്ള ആൾക്കാർ എങ്ങനെ ജീവിക്കുമെന്ന്? അവിടത്തെ ആൾക്കാരുടെ കാര്യം പറയാതിരിക്കുന്നതാണ് കഷ്ടം. സദാസമയവും അവരുടെ വീടുകളിലും തോട്ടിലും വയലിലും കരയിലും ഒക്കെ ഈ ആനകൾ കയറി ഇറങ്ങി നടക്കണം. അവർക്കൊക്കെ ജോലിക്ക് പോകാൻ പോലും പറ്റുന്നില്ല. വല്ലാത്ത കഷ്ടം തന്നെ. അവിടെ അല്ല അണ്ണ ഒരാളെ ആന ചവിട്ടിക്കൊന്നത്. ഒരാളെ അല്ല, ഒരാഴ്ചക്കകത്ത് 2 പേരെയാണ് ആന ചവിട്ടിക്കൊന്നത്. ഒരാഴ്ച കൊണ്ട് 2 പേരെ ആന ചവിട്ടിക്കൊന്നു. ആൾക്കാരെ ജീവനൊന്നും ഒരു വിലയില്ല അണ്ണ. അതല്ല അണ്ണ, ഈ ഫോറസ്റ്റ് ഓഫീസർമാരൊക്കെ അവിടെ എന്തിനിരിപ്പാനാണ് കയറിയിരിക്കുന്നത്? ഈ ഫോറസ്റ്റ് ഓഫീസർമാരും വനം വകുപ്പ് മന്ത്രിയും ഒക്കെ ഒരു നടപടി എടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ജനങ്ങളൊക്കെ ഭയങ്കര പ്രതിഷേധവും ബഹളമായിരുന്നു. എന്തിന്? ഫോറസ്റ്റ് ഓഫീസിന്റെ ജീപ്പിൽ വരെ കൊണ്ടവർ എറിത്തു വെച്ചു. എന്നിട്ട് വല്ല നടപടി സ്വീകരിച്ച? നടപടി എടുത്തു. പ്രതിഷേധം നടത്തിയ ജനങ്ങളുടെ പേരിൽ നടപടി എടുത്തു. അത് വല്ലാതെ തേപ്പായി പോയി. അതുമല്ല, ഈ ആനയെയും പുലിയെയും കടുവയെയും കരടിയുടെ ഒക്കെ പേരിൽ എന്തൊരു നടപടി എടുക്കാനാണ്? പിന്നെ എന്തെന്നാ യുവകാരൊക്കെ അവിടെ കയറി ഇരിക്കണം. ശരി, ആനയുടെ പുലിയുടെയും കടുവയുടെയും പേരിൽ നടപടി ഒന്നും സ്വീകരിക്കണ്ട. ഈ ആനയും കടുവയും പുലിയൊന്നും വരാതിരിക്കാൻ വേണ്ടി വലിയ വേലകൾ കെട്ടുകയോ വലിയ വലിയ പുലികൾ എടുത്തിടുകയോ ചെയ്തുകൂടാ? അതൊക്കെ പോട്ട്, കാട്ടിൽ കിടക്കണ ഇതൊക്കെ ഈ നാട്ടിൽ ഇറങ്ങണ എന്തിനാണെന്ന് പോലും കണ്ടുപിടിക്കാൻ അവർക്ക് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, 10-250 ക്യാമറകൾ കാടിന്റെ അവിടെ ആയിട്ട് വെക്കാനുള്ള നടപടികൾ ഇപ്പോ ആരംഭിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ആനയെയും പുലിയെയും കരടിയെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി. ക്യാമറ ആയിരിക്കും. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതികൾ അനുസരിച്ച് ക്യാമറ വെച്ച് ആനയുടെയും പുലിയുടെയും പേരിൽ വരെ പെറ്റിലടിച്ചു കൊടുക്കും. ക്യാമറകള് ആന ചവിട്ടി പൊട്ടിക്കാതിരുന്ന ഒരു ശബ്ദം കേട്ട? എന്തോ ശബ്ദം? പുലി പോകുന്ന ശബ്ദം. പുലി? ശ്രദ്ധിച്ചു. ആ രഘുമേശ്വരി ഉച്ചയ്ക്ക് ഊണും കഴിച്ചിട്ട് കൂർക്കം വലിച്ചു ഉറങ്ങുന്ന ശബ്ദമാണ് കേട്ടത്. അങ്ങനെ പോയി വിളിച്ചോണ്ടാ പോ, സമയമായെന്ന് പറ. അങ്ങനെ ഒരു ക്യാമ്പ് കൂർക്കം വലി കണ്ടടങ്ങാൻ പേടിപ്പിക്കാൻ വേണ്ടി.